അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട 16 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട യുവാവ് അറസ്റ്റിൽ. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയും നിർമ്മാണ മേഖലയിലെ കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് IG പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ പാണത്തൂർ പവിത്രക്കയം പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. വയനാട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത്. പ്രതിയെ താമസ സ്ഥലത്തെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒരു NTDCൻ്റെ നഴ്സറി ട്രെയിനിങ് ടീച്ചേഴ്സിൻ്റെ കോഴ്സിലേക്ക് ചേരുന്നു. അപ്പോൾ അവിടെ ചേരുമ്പോഴും അവളോട് കാഞ്ഞങ്ങാട് നിൽക്കാനുള്ള രീതിയിൽ സംവിധാനം ബൈജു പോലീസ് ഏർപ്പാടാക്കുന്നു. അവളോട് അങ്ങനെ ഒരു കരുത്താൻസ് ഹോസ്റ്റൽ എന്നുള്ള ഇതിലാണ് അമ്മ വന്നിട്ടാണ് അവിടെ ചേർക്കുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് കാലം 1-2 മാസം ആയപ്പോഴേക്കും ബൈജു അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹോസ്റ്റൽ, വേറൊരു ഗോവിന്ദൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു വീടായിട്ടുള്ളതാണ്. വീട് അവൻ തന്നെ അഗ്രിമെൻ്റ് പ്രകാരം അതിൻ്റെ ഓണർ എടുക്കുന്ന വാടകയ്ക്ക് എടുക്കുകയും അവിടത്തേക്ക് ഇവിടെ മാറ്റുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിരന്തരമായിട്ട് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ബിജു പൗലോസ് അവിടെ വരാറുണ്ടായിരുന്നു. 376ൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ആരംഭിക്കപ്പെടുന്നത്. അവിടെ കുറ്റകൃത്യം നടക്കപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ വീട്ടുകാരുടെ യാതൊരു അനുമതിയോ അല്ലെങ്കിൽ അവരുടെ അറിവോ ഇല്ലാതെയായിരുന്നു ഇവളെ അവിടത്തേക്ക് മാറ്റി പാർപ്പിച്ചത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒന്നുകൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പിന്നീട് മാറ്റുകയാണ്. അവിടെ ഈ ആദ്യം വന്ന സ്ഥലത്ത് സഹോദരൻ എന്ന നിലയിലായിരുന്നു ചുറ്റുപാടൊക്കെ അറിയപ്പെട്ടതും ആ രീതിയിലാണ് താമസം. പക്ഷേ എന്നിരുന്നാലും അവരൊരു റൂമിൽ തന്നെയായിരുന്നു. അതിൽ ചില ഘട്ടങ്ങളിൽ അമ്മയടക്കം നിൽക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറി അവർ മിക്കവാറും ഇവർ 2 പേരും മാത്രം ഉണ്ടാവുന്ന രീതിയിലേക്ക് വരികയും അവിടെയും നിർബാധം 376 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഒരുക്കുകയും അതും പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെയായിരുന്നു. ആ രീതിയിലാണ് നടക്കുന്നത്. പിന്നീട് 6/6/2010 ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഈ സംഭവ കുറ്റകൃത്യം നടക്കുന്നത്. പിന്നെ ആ സമയമാകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് ശിഥിലമാവുകയും അവൾ കുറച്ചുകൂടി കല്യാണം കഴിക്കണം, കുറച്ച് ഡിമാൻഡുകളും ഇതൊക്കെ വരികയും ചെയ്യുകയും ഇവനാണെങ്കിൽ ഭാര്യയും 2 കുട്ടികളുണ്ടായിരുന്നു. അതുണ്ടായിട്ടാണ് അതിന് കൂടിയാണ് ഇവനെ സംബന്ധിച്ച് അതൊരു മറ്റു രീതിയിലല്ലാതെ ഒരു കീപ്പായിട്ട് വെക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു അവൻ കണ്ടത്. അപ്പോൾ അല്ലാതെ വന്നപ്പോൾ അവർ തമ്മിൽ സ്വരച്ചേർച്ചകളുണ്ടായി. പിന്നീട് അവരുടെ ബന്ധങ്ങൾ അതിൻ്റെ CDR പ്രകാരം തന്നെ മറ്റുള്ളതൊക്കെ അവരുടെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാനുണ്ടായിട്ടുണ്ട്. അന്ന് അവൻ ഒഴിയണം എന്ന നിലയിലേക്ക് പറഞ്ഞു. ആ വീട് ഒഴിയണം, ഇനി കൊടുക്കാൻ ഇവൻ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പൈസയായിട്ട് മറ്റൊക്കെ ആയിട്ട് അവൻ വശീകരിക്കാൻ വേണ്ടി ആ രീതിയിലൊക്കെ ATM കാർഡ് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ സഹായിച്ചായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മാറാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും അപ്പോൾ അതിലൂടെ അവർ തമ്മിൽ ഐക്യം കുറയുകയും അങ്ങനെ താക്കോല് തരാം എന്ന് പറഞ്ഞിട്ട് 6-ാം തീയതി അവൻ അവിടത്തേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവൻ പറയുന്നത് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അത് ഡിസ്പോസൽ ചെയ്തു എന്നാണ് പറയുന്നത്. നേരെ പവിത്രക്കയത്തിൽ കൊണ്ടുപോയിട്ട് അവനവിടെ ആ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അൺഐഡൻറ്റിഫൈഡ് ബോഡി
കാസർഗോഡ് കിട്ടിയതായുള്ള ഒരു കേസ് ഞങ്ങൾ കണ്ടെത്താൻ പറ്റി. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നോക്കിയപ്പോഴേക്ക് അത് ഏകദേശം ഈ കേസിൽ നഷ്ടപ്പെട്ട കാണാതായിരിക്കുന്ന സ്ത്രീയുടെ സിമിലറായുള്ള ഹൈറ്റും പിന്നെ ഇതിൻ്റെ ഹൈറ്റും പിന്നെ പ്രായവും ഒക്കെ സമാനതകളുള്ളതായിരുന്നു. പിന്നെ അതുകൂടാതെ അതിൽ നിന്ന് 2 ചിലങ്കൾ കിട്ടിയിരുന്നു. ആ ചിലങ്കുകളും ഏകദേശം ഇവരുപയോഗിച്ച എന്നുള്ള രീതിയിൽ സാക്ഷികളും മൊഴികളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയാണ് കേസുകൾ എത്താവുന്നത്. ഇതിൽ മറ്റൊരു വശമായിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴും അന്വേഷണ അവസ്ഥയിലുള്ളതാണ്. മുഴുവൻ ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് മുഴുവനായിട്ട് ഞങ്ങൾ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേസിന് മുന്നോട്ടുള്ള ഇതിൽ അത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങളുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത്, ഇതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഒരു ദൃശ്യം സിനിമ വരുന്നതിന് മുന്നേ ആണെങ്കിലും ദൃശ്യം മോഡലായിട്ട് തന്നെ അവൻ ഈ മരണത്തിന് ശേഷം അവളുടെ മൊബൈലുമായിട്ട് എറണാകുളം വരെ പോവുകയും എറണാകുളത്തുനിന്ന് ജോലി കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ, ഡിവൈഎസ്പി P മധുസൂദനൻ നായർ, SI രഘു, ASI രതി, പോലീസുകാരായ സുമേഷ്, മഹേഷ്, പ്രഭേഷ്, ലതീഷ്, ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.